ഉടമ്പലത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ഇളയവരായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന ഈ ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കലുഷിതമായ ലോക സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. നമ്മെ നിർത്തിയ സ്നേഹത്തിന് നന്ദി പറയുവാൻ ഒരു രാത്രി കൂടി ഭൂമിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക് ഏകിടണേ. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ ശ്വാസവും കർത്താവിന് വേണ്ടിയുള്ളതാകട്ടെ. ഓരോ കയ്യടിയും കർത്താവിന് വേണ്ടിയുള്ളതാകട്ടെ. ആരോഗ്യം ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാകട്ടെ. അവനെ ഉയർത്തുവാൻ, അവനെ ആദരിപ്പാൻ കഴിയുന്ന ഭാഗ്യ പദവി നന്നായി വിനിയോഗിക്കാൻ കഴിയുന്ന ദൈവങ്ങൾക്കായി സ്തോത്രത്തിന്റെ ശബ്ദം കർത്താവിന് വേണ്ടി നെടലിടട്ടെ. ഹല്ലേലൂയ. ആരോഗ്യം കർത്താവിന് വേണ്ടി ഒരു സ്നേഹമായി, ഒരു സ്നേഹ പ്രദർശനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്ര. സമയങ്ങൾ വേർതിരിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പ നിമിഷങ്ങൾ ദൈവവചനം ധ്യാനിക്കാൻ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ രാത്രി നമുക്കായിരിക്കാം. ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വേദഭാഗമാണ് ഈ ദിവസങ്ങൾ ചിന്തയ്ക്കായി ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 മൂന്നാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 13 to 16. നമ്മൾ ഒരുമിച്ച് ആ വേദഭാഗ ദിവസങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേദഭാഗങ്ങളോട് സംസാരിക്കണം. ബൈബിളിൽ തുറന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആ വേദഭാഗങ്ങളെല്ലാം ശ്രദ്ധിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. വളരെ ചിന്തനീയമായ വേദഭാഗങ്ങളാണ് രാത്രിയില് ധ്യാനത്തിനായി വായിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല എന്ന് തുടങ്ങി പൗലോസ് തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ് വാക്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഫിലിപ്പിയ ലേഖനം പൗലോസ് എഴുതിയ വളരെ അവസാന ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസ് എഴുതിയ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അവസാനം എഴുതപ്പെട്ട ലേഖനം തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനമാണ്. അതിന് ചില നാളുകൾക്ക് മുൻപ് മാത്രം റോമിൽ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. ദൈവജനത്തെ സന്തോഷത്തിലേക്ക്, അവരുടെ ഹൃദയത്തെ ആത്മീയ ചൈതന്യത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന വേദഭാഗങ്ങളാണ് ഈ അധ്യായങ്ങളിലുടനീളം നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്ര. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള നമുക്ക് വളരെ കാണാതറിയുന്ന ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസിനെ ഒരു ഭവനത്തിൽ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചു. ഒരു ഹൗസ് അറസ്റ്റ് എന്ന് പറയുന്നത് പോലെ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം കാരാഗ്രഹത്തിന്റെ അന്തർഭാഗത്ത് കിടന്നുകൊണ്ടാണ്. പക്ഷേ ഫിലിപ്പിയ ലേഖനം എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് ബന്ധിതനായി, ദൈവത്തിന്റെ സ്തോത്രം, ഒരു ഭവനത്തിനകത്ത് ഒരു ഹൗസ് അറസ്റ്റ് പോലെ 2 വർഷം പാർത്ത ഒരു ഘട്ടം അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൽ ഏകദേശം 2 വർഷം ഒരു ഭവനത്തിൽ പാർത്തു. അവിടെ വെച്ച് വ്യക്തികളെ അകത്ത് കാണാനും പരിചയപ്പെടാനും അവരോട് വചനം സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പൗലോസിനുണ്ടായിരുന്നു. പക്ഷെ പൗലോസിന് പുറത്തു പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു ഹൗസ് അറസ്റ്റ് പോലെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. കർത്താവിലുള്ള സന്തോഷമാണ് ഈ വേദഭാഗങ്ങളിലൊക്കെ നിഴലിടുവാനിടയായിത്തീരുന്നത്. ഒരു നിരാശയല്ല തന്നെ ഭരിച്ചത്, ഹൃദയത്തിനകത്തൊരു ഭാരമല്ല തന്നെ ഭരിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിലുള്ള സന്തോഷം തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി വരുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ് എഴുതുന്ന ഒരു പദമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിരൂപിക്കുന്നില്ല. അതിന്റെ തൊട്ട് മുൻപുള്ള വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. അതിന്റെ 11-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 11-ാം വാക്യം ശ്രദ്ധിച്ച്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു.
എഴുന്നേൽക്കുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. നല്ലപോലെ വായിച്ചു. അത് തന്നെ നമ്മുടെ ചിന്താവിഷയം. പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ ചേർത്ത് ചിന്തിക്കാൻ പോകുകയാണ്. ഒന്നാമത് പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഒരാൾ എന്നെ പിടിച്ചിട്ടുണ്ട്. അതാരാണ്? ക്രിസ്തുയേശുവാണ്. ക്രിസ്തുയേശുവിനാൽ. ഈ ബോട്ടിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ആരാ പിടിച്ചേ? ഞാൻ എന്ത് ചെയ്തിരിക്കുക? പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പക്ഷെ ഈ ബോട്ടിൽ എന്നെ പിടിക്കണമെങ്കിൽ എന്ത് പറ്റണം? ഇതിന്റെ റിവേഴ്സ് നടക്കും. എല്ലാവരും ഉണ്ടോ? ഇത് രണ്ടും വ്യത്യസ്തം. ഞാൻ പിടിച്ചു എന്ന് പറയുന്നതും എന്നെ പിടിച്ചു എന്ന് പറയുന്നതും. ഹലോ, സ്തോത്രം. കള്ളനും പോലീസും പണ്ട് കിടക്കുമ്പോ പറയും, പിടിച്ചു. കള്ളൻ എന്ത് ചെയ്യും? എല്ലാവരും ഇവിടെ ഉണ്ടോ? പക്ഷെ പോലീസിന്റെ ഉത്തരവാദിത്വം എന്താ? എന്റെ കൂടെ ഉണ്ടോ? പിടിക്കണം. ഞാൻ പിടിച്ചു എന്ന് പറയുന്നതും എന്നെ പിടിച്ചു എന്ന് പറയുന്നതിന് എന്തുണ്ട്? പിടിച്ചവനാണ് കൺട്രോൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ പിടിച്ചു എന്ന് പറയുന്നതും ക്രിസ്തു എന്നെ പിടിച്ചു എന്ന് പറയുന്നതിനും എന്തുണ്ട്? ഞാൻ കർത്താവിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ അർത്ഥമില്ല. കർത്താവിന്റെ പോക്കറ്റില്ല. ഞാൻ പറയുന്ന പോലെ, ഞാൻ തീരുമാനിക്കുന്ന പോലെ, ഞാൻ വിചാരിക്കുന്നത് പോലെ, ഞാൻ നിരൂപിക്കുന്ന പോലെ. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പ്രസംഗിക്കാം. പക്ഷെ എന്നെ പിടിച്ചാൽ എന്റെ നാവ് ആരുടെ നാവായി മാറുക? സ്തോത്രം. എന്റെ കൂടെ എന്റെ വിശ്വാസം. എന്റെ ശരീരം ആരുടേതായി മാറുക? എന്റെ നിയന്ത്രണം ആരേറ്റെടുക്കുക? ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ. ഇതിലേതാണ് ആത്മീയ ജീവിതത്തിന് അഭികാമ്യം? ഞാൻ പിടിക്കുന്നതാണോ? എന്നെ? ഏതാ നമുക്ക് വേണ്ടത്? കർത്താവിന്റെ ഒരു താമസിച്ചാൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന തീരാൻ ദൈവം നമുക്ക് അവസരം തന്നാൽ ഏതനുഭവം നമ്മളിൽ വേണ്ടത്? രണ്ടാമതൊരു ചോദ്യം, ഏതാ ബെറ്റർ? സത്യം പറയണം. ഹൃദയം ഏതാ ബെറ്റർ? ഫസ്റ്റ് ചോയ്സ് ചോദ്യം ഏതാ നല്ലതെന്നാ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഏതാ ബെറ്റർ? ഞാൻ ക്രിസ്തുവിനെ പിടിക്കുന്നതാണോ? കർത്താവിനെ? ഹലോ, ഏതാ നമുക്ക് നല്ലത്? അങ്ങനെ ചോദിക്കട്ടെ. അങ്ങനെ നിൽക്കുവാണോ? ഞാൻ പിടിക്കുന്നതാണോ എന്നെ പിടിക്കുന്നതാണോ നമുക്ക് നല്ലത്? മനസ്സിലായത്? ഒന്നുകൂടെ പറയാം. കർത്താവ് എന്നെ പിടിക്കുന്നതാണോ ഞാൻ കർത്താവിനെ പിടിക്കുന്നതാണോ നമുക്ക് നല്ലത്? ഇപ്പോഴും മനസ്സിലായി? നമ്മള് കർത്താവിനെ പിടിക്കുന്ന. കാരണം അപ്പം പാരലായിട്ട് രണ്ടും നടക്കും. നമ്മുടെ കാര്യവും നടക്കും, കർത്താവിന്റെ കാര്യം. പക്ഷെ കർത്താവ് പിടിച്ചാൽ പിന്നെ ഒറ്റ വോയിസേ ഉള്ളൂ, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, ഒറ്റ ആലോചനയുള്ളൂ. ഗൂഗിൾ മാപ്പ് റൂട്ട് പറയുന്ന പോലെ ചെല്ലുമ്പോ പറയും ലെഫ്റ്റ്, കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോ പറയും സ്റ്റോപ്പ്. അവിടെ 120 പോകാൻ നമുക്ക് എന്തില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ ചോദ്യം റീവൈൻഡ് ചെയ്ത് ചോദിക്കുക. കർത്താവ് നമ്മളെ പിടിക്കുന്നതാണോ നമ്മൾ കർത്താവിനെ പിടിക്കുന്നതാണോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്? നമ്മൾ പിടിക്കുന്നത് തന്നെയാണ്. പക്ഷെ പൗലോസ് പറയുക തന്റെ ജീവിതത്തെ ആസ്പദമാക്കി പറയും. എന്റെ ജീവിതമല്ല, തന്റെ ജീവിതത്തെ ആസ്പദമാക്കി. ഞാൻ പിടിച്ചതല്ല, സ്തോത്രം, ഞാൻ കമാൻഡ് ചെയ്യുന്നതല്ല, എന്റെ റൂട്ട് മാപ്പ് വരച്ചതല്ല, ഒരാൾ എന്നെ പിടിച്ചു. ആ വാക്ക് എന്റെ ഹൃദയത്തിന്
പറഞ്ഞത് ശക്തമായിട്ട് പണിയറിയായിട്ട് ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ശരീരത്തെ, എന്റെ ചിന്തയെ, എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ, എന്റെ വികാരങ്ങളെ, എന്റെ നാവിനെ, എന്റെ നോട്ടത്തെ, എന്റെ ഭാവത്തെ ആര് നിയന്ത്രിച്ചു? വളരെ ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ്. അതിന് ഒത്തിരി ത്യാഗം ആവശ്യമാണ്, സമർപ്പണം ആവശ്യമാണ്. കർത്താവിനാൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ സമർപ്പണമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കി. പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിരൂപിക്കുന്നില്ല. അപ്പോൾ വാക്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. 14 വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. തന്റെ ആത്മീയ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നിലുള്ളത് ഞാൻ എന്ത് ചെയ്യുക? വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നിലുള്ളത് ഞാൻ എന്ത് ചെയ്യുക? മറക്കുക. മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട്. അപ്പൊ മുൻപിൽ എന്തോ ഉണ്ട്, മുൻപിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നത്? അപ്പൊ പൗലോസേ, പിന്നിലുള്ളതോ അത് മറക്കേണ്ടതാ. അത് മറന്നാലേ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. സ്തോത്രം. ഞാൻ വചനം ഒന്ന് വ്യാഖ്യാനിച്ച് നിങ്ങളോട് സംസാരിക്കും. പൗലോസിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താ? ആരെങ്കിലും തന്നോട് ചെയ്തതോ താൻ ആരോടെങ്കിലും ചെയ്തതോ അല്ല. അത് ആ 3-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതിന്റെ 4-ാം വാക്യം മുതൽ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. 4-ാം വാക്യം മുതൽ ശ്രദ്ധിച്ച് വായിക്കണം. വേഴ്സ് 4 onwards. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും അധികം. 8-ാം നാളിൽ പരിശോധന ഏറ്റവൻ. 2 ഇസ്രായേൽ ജാതിക്കാരൻ. 3 ബെന്യാമീൻ ഗോത്രക്കാരൻ. 4 എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ. 5 ന്യായപ്രമാണം സംബന്ധിച്ച് 5 കാര്യങ്ങൾ പൗലോസ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പം ഇന്നലകൾ ഓർത്താൽ എനിക്ക് പ്രശംസിപ്പാൻ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രശംസിക്കുന്നത് ആത്മാവിലല്ല, ജഡത്തിലാണ്. അപ്പൊ പ്രശംസ എവിടെ നിന്ന് വരുന്നതാ? എന്താ പ്രശംസ എന്ന് പറയുന്നത്? പ്രശംസ എന്ന വാക്കിന്റെ ഒരു സിമ്പിൾ അർത്ഥം ഞാൻ എന്ന ഒരു ഭാവം നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഭാവം നമ്മളിലുണ്ടോ? അങ്ങനെ ഒരു ഭാവം നമ്മളിലുണ്ടോ? ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഒരു ഭാവം എന്നും നമ്മിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വികാരമാണ്. ഞാനാണോ വലുത്? ആ ചോദ്യം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്ന അഭിപ്രായത്തിനാണോ വില? നീ പറയുന്ന നീ ഇന്നലെ വന്നവരാണ്, ഞാൻ കഴിഞ്ഞ ജൂൺ മുതൽ ഇവിടെ. എന്തുണ്ടായി? മനസ്സിലായില്ലേ? ഇതിന്റെ ആദ്യ കല്ല് ഇട്ടത് നിങ്ങൾ ഇന്നലെ വന്ന ആളാ. ആ ഭാവം നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? വീടുകളിലെങ്കിലും കുടുംബജീവിതത്തിൽ ആരാ വലിയൊരു ചിന്ത ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടോ? എല്ലാവരിലും പ്രസവിക്കുന്ന എന്നിലും ഞാൻ എന്ന ഭാവം ഉണ്ട്. അത് നമ്മുടെ ജഡത്തിന്റെ ഭാഗമാണ്. ജഡത്തിൽ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ അകത്തുള്ള വികാരമാണ് ഞാൻ എന്ന. നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊമോഷൻ വരിക, എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ടെന്ന് പറയുന്നു. അതെന്താ? നമ്മുടെ ആഗ്രഹം എന്നെ ഒന്നിനും പരിഗണിക്കേണ്ട, ഞാൻ ശാന്തമായിട്ട് ഇവിടെ ഇരുന്നോളാം എന്ന് പറയുമോ? ഇല്ല. കാരണം നമ്മിൽ എന്തുണ്ട്?
അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യാൻ അടുത്തുള്ള ആൾക്ക് പ്രൊമോഷൻ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാൽ പോലെ ഞാൻ ഒതുങ്ങിയേക്കാം, എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് അങ്ങനെ വിചാരിക്കുമോ? ഭൂരിപക്ഷം ചിലപ്പോ എക്സ്ട്രീം ആയിട്ടുള്ള ചില കേസുകൾ ഉണ്ടായേക്കാം. അങ്ങനെ വിചാരിക്കുമോ? ഇല്ല. കാരണം എന്നിൽ എന്തുണ്ട്? ഈ ഞാൻ എന്ന ഭാവത്തിന്റെ പ്രത്യേകത എന്നെ പിടിക്കുകയല്ല, ഞാൻ എന്ത് ചെയ്യുക. ഇതാ പൗലോസ് അവതരിപ്പിക്കുന്നത്. ഇന്നലെ ഞാൻ ആരായിരുന്നു? എന്തിനെയൊക്കെയോ പിടിച്ച ആൾ. പക്ഷെ കൃപ വന്നപ്പോ ഒരാൾ എന്നെ അങ്ങ് പിടിച്ചു. ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടു. ഇതിനു മുൻപ് പിന്നിലുള്ളത് മറക്കണമെന്ന് പറയുമ്പോൾ പൗലോസ് പറയുക 5 കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ അബ്രഹാം ദൈവം കൊടുത്ത അബ്രഹാമിനോടുള്ള ഉടമ്പടി വാസ്തവമായി പാലിക്കുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പേരെങ്കിലും അഭിമാനത്തോടെ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് പറയും, ഞങ്ങളുടെ കുടുംബക്കാരെ തോമസ് ലീയാണ് സ്നാനപ്പെടുത്തി. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേരളത്തിലൊന്നും അല്ലേ പ്രസംഗിക്കുന്ന ആരോട്? ഇംഗ്ലീഷുകാരോടാണ്. ചെല്ലെങ്കിലും പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ പഴയ അപ്പച്ചന്മാരെയൊക്കെ ആരെ സ്നാനപ്പെടുത്തിയേ? ഞാൻ ചോദിക്കട്ടെ, തോമസ് ലീഗ സ്നാനപ്പെടുത്തിയാൽ ഈ പാവപ്പെട്ട ഞാൻ സ്നാനപ്പെടുത്തിയാലും വല്ല വ്യത്യാസമുണ്ടോ? എന്തിനാ അത് പറയുന്നത്? നമ്മളിലെല്ലാം അന്തർലീനമായിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് പോയി. അല്ലേ അങ്ങനെയില്ല, ഒരു വലിയ ഫംഗ്ഷന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാ. ചെന്നു. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഒരു ഫാമിലി ഇങ്ങനെ ഇറങ്ങി വരിക. ഞാനവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഇവര് തമ്മിൽ പറഞ്ഞോണ്ടാ വരുന്നത്, നമ്മുടെ കുഞ്ഞിന്റെ ഇതിനേക്കാൾ നന്നായി. തെറ്റല്ല. ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ചിന്ത എന്താ? ഇതിനേക്കാൾ ബെറ്ററായി, ഇതിനേക്കാൾ ഭംഗിയായി. എന്റെ കൂടെ നിങ്ങളുണ്ടോ? ഇതെല്ലാം മനുഷ്യനൊരു പ്രശംസ, ഇതൊരു പുകഴ്ച. നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുന്നത് നമുക്ക് ഇഷ്ടമാണോ? പല സഹോദരിമാരും എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഇത്ര നല്ല ചെയ്താലും ഒരു നല്ല വാക്ക് എന്നെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ സഭയിൽ എത്ര കഷ്ടപ്പെടാനും പാസ്റ്ററിനെ കുറിച്ച് ഒരു വാക്ക് പോലും. കാരണം നമുക്ക് എല്ലാം എന്താ ആവശ്യമാണ്. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി എത്ര ഓടിയത് പാസ്റ്ററൊന്നും അറിയുന്നില്ല, സത്യമാണ്. പക്ഷേ നമുക്കെല്ലാം എന്താ ആവശ്യമാണ്? നമ്മുടെ ജനമനുഷ്യന് എന്താവശ്യമാണ്? നമ്മുടെ എല്ലാ ഓഫീസിൽ അപ്രൈസൽ ഉണ്ടല്ലേ, നമ്മുടെ ഹെഡ്. അത് കിട്ടുമ്പോഴേ നമ്മൾ നോക്കും അതിനകത്ത് എന്തുവാ. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമുക്ക് എന്താ ആവശ്യമാണ്? അതിനകത്തൊരു നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ അന്ന് രാത്രി യോഗത്തിന് പോലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല. അകത്ത് എന്ത് വരിക? ഹലോ എന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ചേ, ആ വ്യക്തിയാണോ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്? നിന്നെ ആരാ പിടിച്ചെടുത്തത്? നീ ആരുടെ മകനാണ്? രാത്രി എന്റെ കൂടെ നിങ്ങളുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആ വ്യക്തിയാണോ നിന്റെ നാളുകളെ നിശ്ചയിക്കുന്നത്? നിനക്കൊരു ഉടയവനില്ലേ? നിനക്കുന്നതത്തിൽ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവില്ലേ? എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് പ്രശംസ. അത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെ തന്നെ ചതിക്കുക അല്ലേ? ഒരു നല്ല ആഹാരം ഉണ്ടാക്കിയാൽ ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു കാര്യം ചെയ്ത ഒരാൾ ഒരു വാക്ക് നമ്മളെ കമന്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ അകത്തൊരു അങ്ങനെ അല്ലാത്തൊരു അനുഭവം നമുക്കുണ്ടോ? ഇല്ല. കാരണം നമ്മളെല്ലാം എന്താഗ്രഹിക്കുന്നു?
പൗലോസ് പറയുക, 8-ാം നാളിൽ എന്ന് വെച്ചാൽ അബ്രഹാമിനോട് ദൈവം കൊടുത്ത ഉടമ്പടി അതിൽ നിന്ന് വ്യതിചലിക്കാതെ അനുസരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആഘോഷപരമായിട്ടാണ് എനിക്ക് തോന്നുന്നു പൗലോസിന്റെ ഈ പരിച്ഛേദന കർമ്മമൊക്കെ അന്ന് നടത്തിയെന്ന് എന്റെ വിശ്വാസം. കാരണം ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ പൗലോസിന്റെ പിതാവ് 3 കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു ചരിത്ര രേഖകൾ നമ്മൾ കാണുന്നത്. 3 ലക്ഷറി കപ്പലുകളുടെ ഉടമയായിരുന്നു. ഏകദേശം $300 മില്യൺ ആസ്തിയുള്ള ഒരു അപ്പന്റെ മകനായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? $300 മില്യൺ ഇന്നത്തെ ലെവലിൽ ആസ്തിയുള്ള ഒരു അപ്പന്റെ മകനാണ് ഒരു പുതപ്പ് പോലും പുതയ്ക്കാനില്ലാതെ ജീവിതം അവസാനിപ്പിച്ചത്. ഹല്ലേലൂയ. പക്ഷെ അവിടെ എല്ലാം പൗലോസിന് പറയാനുള്ള ഒരു കാര്യം, പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ളതിന് വേണ്ടി. പൗലോസെ, പുതപ്പിന് വേണ്ടിയാണോ നീ ആഞ്ഞത്? അല്ല. കാരാഗ്രഹത്തിന് വേണ്ടിയാണോ നീ ആഞ്ഞത്? അല്ല. ഓ ദൈവത്തിന് സ്തോത്രം. ഓസ്ട്രിയൻ തെരുവീതിയിൽ നിന്റെ തല ഛേദിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു നിന്റെ പ്രതീക്ഷ? അല്ല. ഇതിന്റെ അപ്പുറത്ത് ചിലത് ആ കാഴ്ചപ്പാട് അകത്ത് കയറിയാൽ മാത്രമേ വിശ്വാസ ജീവിതം ശക്തിയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോ നമ്മുടെ പിള്ളേരോട് പറയും, പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് മേടിച്ച ഇന്ന സാധനം എന്ത് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യം അങ്ങനെയുള്ള കേസുകളില്ലെന്ന് എനിക്ക്. ഞാൻ ഇത്ര നാളെ ശുശ്രൂഷ സഭകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉള്ളൂ അങ്ങനെയുള്ള ആരും. പണ്ടൊക്കെ ഒരു ആവേശമായിരുന്നു. പപ്പയും മമ്മിയും മസ്കലിലായിരുന്നപ്പോ നാട്ടിലെ ആന്റിയോട് ഇങ്ങനെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് മേടിച്ച ഇന്ന സാധനം. നമ്മൾ ഈ പഠിക്കുന്നതും ആഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. അത്രയും കിട്ടിയാൽ എന്ത് കിട്ടും? അത്രയും മാർക്ക് കിട്ടിയാൽ എനിക്ക് പ്രോമിസ് ചെയ്ത, ഹലോ, എന്തൊരു ആവേശം. രാത്രി 10 മണി കഴിഞ്ഞു ഇരുന്ന് പഠിക്കും. കാരണം കിട്ടാൻ പോകുന്നത് ഓഫർ ഇല്ലല്ലോ. 70 ആയാലും 60 ആയാലും പാസ് മാർക്ക് ആയാലും. പ്രചോദനം എന്താ? കിട്ടാൻ പോകുന്ന എന്താണ്? ഈ വിശ്വാസ ജീവിതത്തിൽ ഒരു ഉത്സാഹം ഇല്ലാത്തതെന്നറിയാമോ? ഒരു നല്ല കയ്യടി ദൈവത്തിന് കൊടുക്കാത്ത എന്താണെന്നറിയാമോ? ഒരു നല്ല സ്തോത്രം പറയാൻ പറ്റാത്തത് എന്താണെന്നറിയാമോ? കിട്ടാൻ പോകുന്നത് എന്താണ്? ശരിക്കും അറിഞ്ഞാൽ നമ്മളൊന്നും ഈ തറയിൽ എന്ത് ചെയ്തില്ല. ഓ ഹല്ലേലൂയ. ലഭിച്ചു കഴിഞ്ഞെന്നല്ല, തികഞ്ഞവനായെന്നല്ല, ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കൊണ്ട് ഓ അത് നേടാമോ എന്ന് വെച്ച് ഞാൻ അതിന്റെ പിന്നാലെ എന്ന് വെച്ചാൽ നാളെ ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠത എന്തെന്ന് പൗലോസ് ആത്മാവിൽ കണ്ടു. ഈ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം വായിക്കണ്ട, നമ്മളത് പലതവണ വായിച്ചു പോയിട്ടുള്ള ഒരു അധ്യായമാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പൗലോസ് അവിടെ പറയും. പക്ഷെ അവിടെ പേര് പറയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ജഡത്തിലാണോ ശരീരത്തോടു കൂടെയാണോ അല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ അവിടെ അറിയാത്തൊരു ഭാഷ കേട്ടു. അവിടെ ദൈവത്തിന്റെ മഹത്വം ഞാൻ കണ്ടു. എവിടെ വരെ പോയി? 3-ാം സ്വർഗത്തോളം പൗലോസിനെ ദൈവം എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി. ആ തേജസ് കാണിച്ചു. കാണിച്ചപ്പോ പൗലോസിന് മനസ്സിലായി, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഒരു നേട്ടങ്ങളും നേട്ടമല്ല എന്നൊരു ബോധ്യം പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. നാളെ നാം ആരായി തീരും എന്നുള്ള ആ ബോധ്യം നമുക്ക് ഹൃദയത്തിലുണ്ടായിരിക്കണം. പൗലോസ് ലേഖനം എടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത അതിനകത്ത് കിടപ്പുണ്ട്. ഒരു വാക്യം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. പൗലോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച്. പൗലോസ് ലേഖനം കൊലോഷ്യൻസ് ചാപ്റ്റർ 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. അപ്പം അതിനർത്ഥം ഉയരത്തിൽ എന്തൊക്കെയോ, ഭൂമിയിലുള്ളതല്ല. നമ്മുടെ ചിന്തകൾ എപ്പോഴും റിവോൾവ് ചെയ്യുന്നത് എന്തിന്റെ ചുറ്റുമായിരിക്കും?
നാളെ രാവിലെ 5 മണിക്ക് എണീക്കും. 6 മണിയാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി നമ്മുടെ മനസ്സിനകത്ത് ഉയരുന്ന ചിന്തകൾ തന്നെയായിരിക്കും. പ്രസംഗം കേൾക്കുമ്പോഴും ഇവിടെ ഇരിക്കുന്നുവെങ്കിലും കണ്ണിവിടെ എന്റെ മേൽ പതിഞ്ഞിരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് പല ചിന്തകളോട് എന്ത് ചെയ്യുന്നേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. പല നിലവാരത്തിലാണ് മനസ്സെന്ത് ചെയ്യുന്നത്? ഭൂമിയിലുള്ള ചിന്തകൾക്കകത്ത് കെട്ടപ്പെട്ട എവിടെയുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. ഉയരത്തിലുള്ളതകത്ത് ഉയരത്തിലുള്ളതൊന്നും അകത്ത്. ചില നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോ കൊച്ചു കുഞ്ഞ് ടോം ആൻഡ് ജെറി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, കണ്ടോണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ പ്രൈസിനോട് പറയുന്നുണ്ട്, കൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്, എന്തുകൊണ്ട് വിശേഷം ഇതൊന്നും കൊച്ചെന്ത് ചെയ്യുന്നില്ല. അവൻ അവന്റെ ആസ്വാദന ലോകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക. എല്ലാരും ഇവിടെ ഉണ്ടോ? അവനെ പിടിയടാ, തിരിച്ചടിക്കടാ. രണ്ടുപേരോട് ടോം ആൻഡ് ജെറിയ അവരുടെ കാർട്ടൂൺ നടക്കിയ ജെറിയോട് പറയാ കണ്ടിട്ടില്ലേ? ആ കൊച്ചാ ലോകത്തിങ്ങനെ. ഞാൻ ഈ പറയുന്നൊന്നും എന്ത് ചെയ്യുന്നില്ല. എല്ലാരും ഇവിടെ ഉണ്ടോ? ക്ലാസ്സിലൂടെ പ്രസംഗിക്കും, പക്ഷെ ലക്ഷ്യം എന്ത് നിൽക്കുക? ടോം ആൻഡ് ജെറിക്കകത്ത് നിൽക്കുമ്പോ ടോമും ജെറിയും മാത്രമേ. ആ കൊച്ചിന്റെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ എത്ര തകർത്ത് പ്രസംഗിച്ചാലും പക്ഷെ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, ഇതല്ല ലോകം, ഇതിനപ്പുറത്ത് എന്തുണ്ട്? നിങ്ങളുണ്ടോ? ടോം ആൻഡ് ജെറി ആണോ ജീവിതം? അല്ല, അതാണോ ലോകം? ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ഇതകത്ത് കയറിയ മാത്രമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള ചില കെട്ടുകൾ അഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. മനസ്സിനകത്ത് ഈ ലൗകിക ചിന്തകൾ കൊണ്ടിട്ട് വേണ്ടതുപോലെ ആരാധിക്കാൻ കഴിയാതെ, ആത്മീയമായി മുന്നേറാൻ കഴിയാതെ നമ്മെ ബന്ധിക്കുന്ന ശക്തികളെ ഈ ദിവസങ്ങളിൽ ജയിച്ചെനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്. ടോം ആൻഡ് ജെറി ഇവിടെ അവസാനിക്കും, ഈ ജീവിതം ഇവിടെ അവസാനം. പക്ഷെ ഇതിനപ്പുറത്ത് ശ്രേഷ്ഠമായതൊന്നുണ്ട്. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന്? അടുത്ത വാക്ക് ലോകം വെറുത്തോ. വില നമ്മൾ അവിടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? എന്റെ ആഗ്രഹം ഇതാ, ചില ചിന്തകൾക്കകത്തെങ്കിലും ഈ ദിവസങ്ങളിൽ ആത്മാവ് പെനിട്രേറ്റ് ചെയ്ത് ഈ ലൗകിക ചിന്തകൾക്കകത്ത് കുടുങ്ങി പോകാതെ ആത്മീയമായ ചിലത് ചിന്തിക്കാൻ, ഇതിനപ്പുറത്തുള്ളത് ചില ചിന്തിക്കാനുള്ള കൃപ. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിനപ്പുറത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത് ചിലതുണ്ട്. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം നമുക്ക് തരുന്നത് ഈ ചിന്തകളെ മറികടന്ന് ആത്മാവിൽ ജയിച്ച് ഉയരത്തിലുള്ള ചില ചിന്തകൾ ഹൃദയത്തിനകത്ത് കയറി ആ സ്വർഗീയ നാടിനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, നമ്മളെ എല്ലാവരെയും ദൈവം അങ്ങനെ രൂപപ്പെടുത്തി എടുക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഭൗമിക ചിന്തകൾക്കകത്ത് മനുഷ്യനെ കുടുക്കിയിടണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കുടുക്കിയിടുമ്പോഴുള്ള ലക്ഷ്യം ഈ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിനകത്ത് കയറി ആത്മീയമായി ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു വ്യക്തി പാരലൈസ് ആയി. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പൗലോസ് പറയുക, പ്രശംസിക്കാൻ എനിക്കുണ്ട്. കാരണം 8-ാം നാളിൽ രണ്ടാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ രണ്ടാമത്തെ വാക്ക് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ. വലിയ അഭിമാനത്തോടെ അവർ പറയുന്ന ഒരു കാര്യം, ഞാൻ ആരാണ്? അവിടെയും ഞാൻ എന്ന ഭാവമാണ് എന്ത് ചെയ്യുന്നത്? ദൈവം കൊടുത്ത ഒരു പദവിയാണത്.
എന്ന് പലപ്പോഴും അവരത് എന്ത് ചെയ്തില്ല. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് പറയാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു. ഇത്ര അതൊരു സ്നേഹമാണ്. അത് പിൻവലിച്ചാലോ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഇങ്ങനെ വായിച്ചു. അമേരിക്കയുടെ ഡിഫൻസ് വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിന്റെ മെമ്മറി ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയില്ല. അന്ന് വരുമ്പം ഡിഫൻസ് സെക്രട്ടറി ആയിട്ടാണ് വരുന്നത്. ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് വരുമ്പം ദൈവത്തിന്റെ സ്തോത്രം എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഒത്തിരി പേര് വന്നു. പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ബഹുമാനത്തോടെ എന്ത് ചെയ്ത് സ്വീകരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഒരു മെർസഡീസ് ബെൻസ് കാർ അവര് ഒരുക്കിയിട്ടിരുന്നു. ആ കാറിൽ കയറിയാണ് താൻ എന്ത് ചെയ്തത്, യാത്ര ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കുക. ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുന്നത്. ആ മീറ്റിംഗിൽ താൻ ചെന്നു. ഒരു നല്ല കപ്പ് കാപ്പി അവർ എന്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ പദവിക്ക് തുല്യമായ ആഹാരങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു. ഈ വ്യക്തി തന്നെ 8 വർഷം കഴിഞ്ഞപ്പം വീണ്ടും ഇന്ത്യ വന്നു. പക്ഷെ പദവിയോടല്ല എന്ത് ചെയ്തത്. അതേ പറയാ, എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഒരാൾ പോലും വന്നില്ല. ഞാനൊരു യൂബർ വിളിച്ച ഹോട്ടലിൽ വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പ്രസംഗിക്കാനാ, ഒരിടത്ത് പ്രസംഗിക്കാനാ വന്നത്. അപ്പം കാപ്പി വേണമെന്ന് പറഞ്ഞപ്പം അവരൊരു സ്ഥലത്ത് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞ് അവിടെ ചെന്നെടുത്ത് കുടിക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടെ ഉണ്ടോ? അവിടെ ഒരു പേപ്പർ കപ്പ് മാത്രമേ. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക, അന്ന് കിട്ടിയ മാന്യത അത് എനിക്കുള്ളതല്ല, എന്റെ പൊസിഷന് കിട്ടിയ ഈ സ്നേഹം ആര് തന്നതാ, ഈ പദവി ആര് തന്നതാ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതൊന്ന് ധ്യാനിക്കാൻ കഴിയും. ഈ പ്രിവിലേജ് നമുക്ക് കൽപ്പിച്ചാക്കിയതാരാ? ആ ദൈവ സ്നേഹം അകത്തുള്ള എത്ര ദൈവമക്കളുണ്ട്. ഇത് എനിക്ക് കിട്ടിയതല്ല, ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഇത് ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട്. ആ നന്ദി എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. പൗലോസിന്റെ രണ്ടാമത് പറയുക, ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ബെന്യാമീൻ. ബെന്യാമീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ നമുക്കറിയാം. എന്താ ബെന്യാമീൻ എന്ന ചിന്തയുടെ അർത്ഥം? അയ്യോ, ആരും തലതാത്തിരിക്കണ്ട, ആരോട് പണ്ട് ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ അറിയാത്ത എന്റെ ടെക്നിക്ക് നിങ്ങളും പഠിച്ച് ആരോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നില്ല. കടിച്ചു കീറുന്ന ചെന്നായി എന്നുള്ളതാണ് ബെന്യാമീൻ ഗോത്രത്തിന്റെ പ്രത്യേകത. കടിച്ചു കീറുന്ന. എല്ലാവരും ഉണ്ടോ? അപ്പം അവരുടെ ശൗര്യമാണ്, അവരുടെ ആ വാശിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കടിച്ചു കീറുന്ന അങ്ങനെ ഒരു സ്വഭാവം. കാരണം എല്ലാവരും ഇപ്പൊ തട്ടിക്കളയെന്നുള്ള നിലയിലാണ് ശൗര്യ നടന്നത്, അല്ലേ? കുന്നുകളെയും പിടിച്ചടച്ച് ഇല്ലായ്മ ചെയ്യാൻ ആ വാശിയോടെ വൈരാഗ്യത്തോടെ മുന്നോട്ട് പോയ ഒരാളായിരുന്നു ആര്? ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ ഇപ്പൊ ഒരാൾ തന്നെ പിടിച്ചെടുത്തപ്പോ ഈ വാശിയെല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന്. നമുക്ക് വാശിയുണ്ടോ? നമുക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ്. നമുക്ക് കിട്ടില്ല. വാശി ഇല്ലാത്തവരെല്ലാം സ്തോത്രം പറഞ്ഞു. ഈ ഒരാളില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. എന്താ വാശി എന്ന് പറയുന്നത്? ഞാൻ പിടിച്ച കൊമ്പിന് അറിയാൻ വേണ്ടിയല്ല, ഞാൻ പിടിച്ച മുയലിന് സ്തോത്രം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല. വാശി വേണോ ജീവിക്കാൻ? വേണോ? അതിൽ നമ്മൾ ഐക്യ കണ്ടേ. വാശി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിച്ചവരാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതല്ല, ന്യായപ്രമാണം നിമിത്തം. ആരെയും മനഃപൂർവ്വം വലിച്ചടിച്ചതല്ല, ന്യായപ്രമാണം നിമിത്തം. പൗലോസ് പ്രശംസിച്ച ഒരു കാര്യമാണ് ഈ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ശൗലിനെ എടുക്കാൻ കാര്യം. വേഗതയുള്ള, തീഷ്ണതയുള്ള, പെട്ടെന്ന്
പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ ഈ ബെന്യാമിൻ ഗോത്രക്കാരെന്ന് പറയുന്നു. പെട്ടെന്ന് ഡിസിഷൻ എന്ത് ചെയ്യും? എല്ലാവരും ഇവിടെ ഉണ്ടോ? തീരുമാനം 24 മണിക്കൂറോ 48 മണിക്കൂറോ എന്ത് ചെയ്യുന്നില്ല, വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നവരാണ് ആര്? അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലുണ്ടോ? പെട്ടെന്ന് പ്രതികരിക്കുന്ന ഈ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു മനുഷ്യനെ ദൈവം, നിങ്ങളെന്നെ ചിരിപ്പിക്കല്ലേ, ദൈവം രൂപപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിച്ചു. ദൈവം രൂപപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്ന ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ മാറ്റിയെടുക്കുന്ന വളരെ വലിയൊരു പ്രക്രിയയാണ്. അത് നിസ്സാര കാര്യമല്ല. ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. സ്തോത്രം. ഈ നല്ല ദേശമുള്ളവർക്കെല്ലാം ചില കൊളുത്തുകളും ദൈവം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് പ്രതികരിക്കുന്നവർക്ക് ചില സ്തോത്രം, അത് ബലഹീനതയല്ല, അറിഞ്ഞു അത് എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ചെയ്യും. കാരണം അതും കൂടി ഇല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എന്നെ ഈ സ്റ്റേജിൽ ഒതുക്കി നിർത്തണമെങ്കിൽ ആ ദൈവത്തിന്റെ കൺട്രോൾ എന്നിൽ, അത് ബലഹീനതയല്ല, അത് ദൈവം നൽകിയ ഒരു ദാനമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും സ്തോത്രം. ഒരു ദൈവാസം പ്രസംഗം പറഞ്ഞു, ഈ മുൻകോപമുള്ളവർക്ക് അമിത ബലം കൂടെ കൊടുത്താലോ. അത് ഞാൻ അന്ന് ചിന്തിച്ചേ ആദ്യമായിട്ട്. മുൻകോപമുള്ളവർക്ക് നിങ്ങളിവിടെ ഇല്ല, അമിത കൊടുക്കോ? കാരണം കൊടുത്താൽ എന്ത് പറ്റും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചില ബലഹീനതകൾ, ചില ന്യൂനതകൾ, ചില വൈകല്യങ്ങൾ ഒക്കെ ദൈവം അനുവദിക്കുന്നതിന്റെ പിന്നിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവം. കടിച്ചു കീറുന്ന ചെന്നായായി പ്രവർത്തിച്ച ഒരു വ്യക്തി, ബെന്യാമിൻ ഗോത്രക്കാരനായ ഒരു വ്യക്തി പറയുക, ഞാൻ പിടിച്ചെന്നല്ല, ഒരാൾ എന്നെ എന്ത് ചെയ്തു? പിടിച്ചെടുത്തപ്പോൾ എന്റെ കൺട്രോൾ എന്നിൽ നിന്ന് പോയി. ആ വ്യക്തി എന്റെ കൺട്രോൾ ഏറ്റെടുത്തു. എന്റെ നാവിന്റെ, എന്റെ ബുദ്ധിയുടെ, എന്റെ നോട്ടത്തിന്റെ, എന്റെ വികാരങ്ങളുടെ കൺട്രോൾ ആര് ഏറ്റെടുത്തു? രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്നെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കണം. എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. എന്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ആത്മാവ്. അങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. എന്റെ നാവിനെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കണം. എന്റെ ആരാധന നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കണം. എന്റെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കണം. ഞാൻ പിടിച്ചെന്ന് പറയാനല്ല, എന്നെ പിടിച്ചെടുക്കുന്ന ഒരു ദൈവകൃപ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ. വേഗം പോകട്ടെ. 4-ാമത്തെ കാര്യം പൗലോസോട് പറഞ്ഞു. 4-ാമത്തെ കാര്യം വായിച്ചേ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ. 4-5 കാര്യങ്ങൾ അവിടെ എഴുതി. എബ്രായരിൽ നിന്ന് ജനിച്ച, മിക്സ് അല്ല, പ്യൂറാ, പാരമ്പര്യമുള്ളവന്. പ്രൈസ് ദി ലോർഡ്. ഒരു ഇൻവെസ്റ്റിഗേഷനില് ഒരു സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കാര്യം, കേരളത്തിലെ ഒരു സൈക്കോളജിസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമല്ല, അവരുടെ കുടുംബത്തെ പറയുന്നതാണ്. ആണോ? ഒരാളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്ന, ഇമോഷണലി ഹർട്ട് ചെയ്യുന്ന കാര്യം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ പറഞ്ഞു, പക്ഷെ എന്റെ അപ്പനെയോ അമ്മയോ
കാരണം എല്ലാവർക്കും അതെന്താണ്? ഇവിടെ പൗലോസ് പറയുക, ഞാൻ ഇസ്രായേലിയനായ ഒരു എബ്രായനായ എബ്രായനാണ്. അതെനിക്ക് പ്രശംസയാണ്. ഏറ്റവും അവസാനം ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് പൗലോസ് പറയുക, ഞാൻ ഇതിലൊക്കെ പ്രശംസിച്ചാൽ ആത്മാവിലല്ല. അതാണ് ഞാൻ പ്രശംസിക്കുന്ന എന്തിനാണ്? പ്രിയരെ, നമ്മുടെ പ്രശംസ കർത്താവിൽ. ഹല്ലേലൂയ. ക്രൂശല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശംസിപ്പാൻ ഒരു വകയും ഉണ്ടാകരുത്. രാത്രി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ക്രൂശല്ലാതെ എന്റെ ജീവിതത്തിൽ പ്രശംസിപ്പാൻ മറ്റൊന്നും ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ ഒരു മെസ്സേജ് നാളെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പിടിക്കുകയല്ല, നമ്മളെ പിടിച്ചെടുക്കുന്ന, ഓവർ പവർ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ പിടിക്കുകയല്ല, ദൈവത്തോട് നടക്കുന്ന അനുഭവങ്ങൾ, ആത്മീയ ജീവിതത്തിന് മുതൽ കൂട്ടാണ്. രണ്ടാമത് പറഞ്ഞ ചിന്ത മാർക്കരുത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മള് മരിച്ചല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരാകുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വേഷം എന്താ, നമ്മുടെ അപ്പിയറൻസ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പാടും, ഒരു നാട് വിട്ട് അങ്ങേക്കരയിൽ നിന്ന്, ഇതൊക്കെ നമ്മൾ പാടും. നമ്മൾ ആരായി തീരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ബൈബിൾ സ്റ്റഡി ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഒന്ന് പഠിക്കാം. നമ്മൾ ആരായി, സന്തോഷമുണ്ടോ? എനിക്ക് ഒന്നും തോന്നുന്നില്ല. നമ്മൾ ആരായി തീരണമെന്ന് ഒന്ന് പഠിക്കുന്നത് സന്തോഷമാണ്. അത് ശരിക്കും പഠിച്ചാൽ പൗലോസ് പറയാൻ ഈ ഭൂമിയിലെ സകലവും ചവറന്ന്. പക്ഷെ നാളെ നമുക്ക് ചിന്തിക്കാം, സകലവും വേസ്റ്റ് എന്നൊരു പദം പൗലോസ് ഉപയോഗിക്കുന്നു. ജോലിയോ നന്മയോ ബാങ്ക് ബാലൻസോ ഈ ലോകത്തിൽ ലഭിക്കാവുന്നതെല്ലാം എന്തായി മാറും? ഇതിവിടെ ചവറാകാൻ കാര്യം ചിലത് മേളയും പ്രഷ്യസായ ചിലത് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പണ്ട് ഞാനൊരു കൊച്ചു നോക്കിയുടെ കൊച്ചു ഫോൺ മേടിച്ചു. മമ്മിയുടെ കുറിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും നല്ലൊരു മമ്മി സത്യം പറഞ്ഞത് വിശ്വസിച്ചു. ഇന്നത്തെ അറിയത്തില്ല. കുറെ കഴിഞ്ഞ അന്യം വന്ന് പറഞ്ഞു, സ്തോത്രം, പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്താ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ എന്തുണ്ട്. അപ്പൊ കുറെ നേരത്തെ മമ്മി വിശ്വസിച്ചു. എനിക്ക് ഏറ്റവും നല്ല ഫോണാ മോൻ എന്ത് ചെയ്ത്. ഹലോ, അത് ടച്ചും ഇല്ല, ഒന്നുമില്ലെന്ന് നമുക്ക്. പക്ഷെ മമ്മിയുടെ അറിവ് അത്രേ ഉള്ളൂ. ഇതാണ് ഏറ്റവും. അനിയം വന്നപ്പോഴാ മനസ്സിലായത് ഇതൊന്നുമില്ല, ഇതിനേക്കാൾ വലിയത്. ഹലോ, ഒരു കൊച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് ആപ്പിൾ i17 മതിയല്ലോ, ഐഫോൺ. ഹലോ, ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചേടാ 17 വന്നല്ലോ. നമ്മളതൊന്നും എന്ത് ചെയ്യുന്നില്ല. എല്ലാവർക്കറിയാം. എന്റെ കൂടെ നിങ്ങളുണ്ടോ? അറിയേണ്ടത് അറിഞ്ഞാലേ ശ്രേഷ്ഠം ഏതാണെന്ന് എന്ത് ചെയ്തു. നമ്മൾ ആരാകും, നമ്മൾ എവിടെ പോകാൻ പോകുന്നത്, ആ നിത്യതയുടെ ശ്രേഷ്ഠത എന്താ, ആ തങ്ക തെളിവുകളുടെ പ്രത്യേകത, ഇതൊക്കെ പഠിച്ചാലേ എന്ത് ചെയ്യും.